ഓക്കെ, ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ദിവസങ്ങളായി മറ്റെല്ലായിടത്തും പൊടിപടങ്ങളൊക്കെ അടങ്ങി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അവരുടെ പണിക്ക് പോകുന്നു, സ്ഥാനാർത്ഥികൾ വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയ ആളുകളുണ്ട്. ഇങ്ങനെയാണ് ബാക്കി എല്ലായിടത്തും അവസ്ഥ. വടകരയിൽ ഇപ്പോഴും വിശദീകരണ പൊതുയോഗങ്ങൾ, ആ പൊതുയോഗങ്ങളിലെ ആക്രോശങ്ങൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ 3 ദിവസം മുമ്പ് UDF സംഘടിപ്പിച്ച വടകരയിലെ പരിപാടിയിലാണ് അങ്ങേയറ്റം ആക്ഷേപകരമായ, നിന്ദ്യമായ, നികൃഷ്ടമായ പരാമർശങ്ങൾ ഒരു RMP നേതാവിൽ നിന്നുണ്ടാവുന്നത്. തുടർന്ന് ഇത്രയും ചർച്ച നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നിർത്താറായി എന്ന് അവിടെ രണ്ടു കൂട്ടർക്കും തോന്നുന്നില്ലേ? ഇപ്പൊ എന്തായാലും കോൺഗ്രസിന്റെ UDFന്റെ കാര്യം നിജേഷിന് പറയാം. തീർച്ചയായിട്ടും ഒരു തരത്തിലും കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിന് ശേഷവും മഴ പെയ്തതിന് ശേഷവും മരം പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സങ്കീർണമായ ചില സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അത് സംഭവിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനിയും അത് രാഷ്ട്രീയ കേരളം അത് അവസാനിപ്പിക്കണം ഒരു കാരണവശാലും. കാരണം നമ്മൾക്കറിയാം, നേരത്തെയുള്ള വടകര എന്ന് പറയുന്നുണ്ട് എങ്കിലും വളരെ ക്രൂഷ്യലായ നാദാപുരവും കുറ്റ്യാടിയും ഒക്കെ ഉൾപ്പെടുന്ന, തലശ്ശേരിയും കുത്തുപറമ്പും ഒക്കെ ഉൾപ്പെടുന്ന ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. അവിടെ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ലാത്ത തരത്തിലുള്ള ചർച്ചകളാണ് ഉണ്ടാവുന്നത്. നിയമപരമായി പോകുന്ന കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകട്ടെ. രാഷ്ട്രീയ നേതൃത്വം, ഐക്യ ജനാധിപത്യ മുന്നണി നേരത്തെ പരിപാടി നടത്തുമ്പോൾ തന്നെ നേരത്തെ തീരുമാനിച്ചതാണ്, യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടാവാത്ത രീതിയിൽ വേണം പരിപാടി. പ്രകടനം ആവശ്യമില്ല, വേദി പോലും ആവശ്യമില്ല. ഓരോരുത്തരും സംസാരിച്ച് 10-20 മിനിറ്റ് സംസാരിച്ച് അവസാനിപ്പിക്കണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ആ ധാരണ ഒരു പിഴവ് ഒരു പ്രസംഗകന്റെ ഭാഗത്തുണ്ടായി. അത് UDF നേതൃത്വം ഒന്നടങ്കം അതിനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങളതിനെ ന്യായീകരിക്കാനില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അത് ഒരു കാരണവശാലും വളരെ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ശൈലജ ടീച്ചർക്കെതിരെയുള്ള ഒരു അശ്ലീല പരാമർശം ഹരിഹരന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുമാത്രമല്ല, അദ്ദേഹം ഉമർ ഫൈസി മുക്കമെന്ന ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് അനുഭാവം പരസ്യമായി പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു സമസ്ത പണ്ഡിതനെ കുറിച്ച് പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് നിസ്കരിക്കാൻ മുട്ടിയപ്പോൾ അവിടെ ആ വേദിയിൽ പായ വിട്ടുകൊടുത്തു CPM എന്നാണ്. സാധാരണ നമുക്കറിയാം, മുസ്ലിം മതവിശ്വാസികൾ നിസ്കരിക്കാൻ മുട്ടുമ്പോഴല്ലല്ലോ നിസ്കരിക്കുക. നിസ്കാരത്തിന് സമയമുണ്ട്. ആ സമയമാകുമ്പോൾ, നിസ്കാരത്തിനുള്ള സമയം പാണക്കാട് തങ്ങൾക്കും ഒരു സാധാരണ മുസ്ലിം മതവിശ്വാസിക്കും സമസ്തയുടെ നേതാവിനും ഉമർ ഫൈസിക്കും ഒക്കെ ഒരേ സമയമാണ്. അപ്പോൾ ആ നിസ്കാരത്തിന് സമയമാകുമ്പോൾ ആ വിശ്വാസമുള്ള ആളുകൾ നിസ്കരിക്കാം. അല്ലാതെ ആളുകൾ നിസ്കരിക്കാൻ മുട്ടിയിട്ടല്ലല്ലോ നിസ്കരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പരാമർശങ്ങളാണ് സമാധാനം ഉണ്ടാക്കാൻ ഉള്ള വേദിയിൽ ഉണ്ടാവുന്നതെങ്കിൽ പിന്നെ എങ്ങനെയാണ് നാട്ടിൽ സമാധാനം ഉണ്ടാവുക? അല്ല, ആ തരം പരാമർശങ്ങൾ ഞാനത് വീണ്ടും ആളിക്കത്തിക്കാനോ ഊതി വീർപ്പിക്കാനോ തയ്യാറല്ല. ആ തരത്തിലുള്ള പരാമർശങ്ങളെ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് തള്ളിപ്പറയുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും രീതിയിലുള്ള പരാമർശം ആരെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ആളിക്കത്തിക്കാൻ, ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. അത് ആത്മാർത്ഥമായ നിലപാടാണ്. ഇനി നേരത്തെ കേട്ടി പറഞ്ഞ വിഷയങ്ങൾ, അതിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ തെറ്റുകാരുണ്ട് എങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തണം, കുറ്റവാളികളെ കണ്ടെത്തണം. അതിനുള്ള സംവിധാനം ഇന്ത്യ രാജ്യത്ത് ഉണ്ട്, കേരള സംസ്ഥാനത്തുണ്ട്. അതിനാവശ്യമായ എല്ലാവിധ സാങ്കേതിക വിദഗ്ധരുമുണ്ട്. അത് കോൺഗ്രസ് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ലീഗാണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ, ലീഗിൻ്റെ ഗ്രൂപ്പിലാണ് വന്നതെങ്കിൽ, കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിലാണ് വന്നതെങ്കിൽ, ഞങ്ങൾ ആരെങ്കിലുമാണ് അത് പറഞ്ഞതെങ്കിൽ അത് തെളിയിക്കണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഇതെല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും, തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വരുന്ന ഒരാളെ അന്ന് തടങ്കലിലാക്കുന്നു, വലിയ വാർത്തയാകുന്നു, ഒരു ദിവസം ചർച്ച ചെയ്യുന്നു, പിന്നെ നമ്മൾ അതിനെപ്പറ്റി കേൾക്കുന്നില്ല. ആ സാഹചര്യം ഉണ്ടാവരുത്. ഈ തവണ അങ്ങനെ ആരുടെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് നമ്മൾക്ക് പറയണം. അന്വേഷണം നടക്കണം. കേരളത്തിലെ ആഭ്യന്തര സംവിധാനം മുന്നോട്ട് പോകണം. അതിനെ ബോംബ് കൊണ്ടോ അല്ലെങ്കിൽ അക്രമം കൊണ്ടോ കലാപ ആഹ്വാനം കൊണ്ടോ അല്ല നേരിടേണ്ടത്. തെറ്റുപറ്റി ഇപ്പോൾ ഒരാളുടെ വാക്ക്, ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ പിഴവ് വന്നാൽ എനിക്ക് ഒറ്റ വാക്കേ മറുപടിയുള്ളൂ, ഞാൻ ആ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ്. അത് മനുഷ്യനാണല്ലോ. അഭിലാഷിനും പറ്റാം, എനിക്ക് പറ്റും, പ്രേംകുമാറിനും പറ്റാം, കേട്ടിക്കും പറ്റാം, ചെക്കുട്ടിക്കും പറ്റാം, ആർക്കും പറ്റാം. അത് തെറ്റ് വന്നു, അത് തിരുത്തുന്നു. കാലാകാലം ഇതിനെ കൊണ്ടു നടക്കുന്നത് രാഷ്ട്രീയ കേരളത്തിന് ഭൂഷണമല്ല. അതുകൊണ്ട് ഈ ചർച്ച പോലും അവസാനിപ്പിക്കേണ്ട കാലഘട്ടവും സാഹചര്യവുമാണ് എന്നാണ് വ്യക്തിപരമായ എൻ്റെ വിലയിരുത്തൽ. നല്ല നിലപാടാണ്, അത് സ്വാഗതാർഹം.